ഹലോ അമൃത ഡോക്ടർ. ഞാൻ ഇപ്പോൾ കറൻ്റ്ലി 8th month ക്യാരിയിങ് ആണ്. സോ എനിക്ക് എൻ്റെ ഡെലിവറി അടുത്തുകൊണ്ടിരിക്കുകയാണ്. സോ എനിക്ക് കുട്ടികളെ കുറിച്ച് അധികം ഒന്നും അറിയില്ല. സോ എനിക്ക് ബേസിക് ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതൊരു പ്രോപ്പർ ചാനലിലൂടെ എനിക്ക് അതിൻ്റെ ഇൻഫർമേഷൻ കിട്ടണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഡോക്ടറോട് ഇതൊക്കെ ചോദിക്കുന്നത്. നമുക്ക് ബേബിയുടെ ഐഡിയൽ ബർത്ത് വെയ്റ്റ് എങ്ങനെയാണ്? നമ്മൾ സാധാരണ ഒരു ടേം ബേബി, മാസം തികഞ്ഞ് ജനിക്കുന്ന ബേബി എന്ന് പറയുന്നത് ഏകദേശം 37 വീക്സ് കംപ്ലീറ്റ് ആകുമ്പോഴാണ് പറയുക. അപ്പം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന വെയിറ്റ് 2.5 കിലോ ആണ് ഏകദേശം. ഒരു 2.5 കിലോ ബേബി ആണെങ്കിൽ അപ്രോപ്രിയേറ്റ് വെയിറ്റ് ആണ് ആ ഒരു പെർട്ടിക്കുലർ ജസ്റ്റേഷൻ ഏജിന്. അതിൻ്റെ താഴെയാണെങ്കിൽ ചെറുതാണെന്ന് അർത്ഥം. പിന്നെ ഒരു 4 കിലോൻ്റെ മുകളിലൊക്കെ പോവുകയാണെങ്കിൽ വലിയ സൈസാണെന്ന് അർത്ഥം. സോ ബേബി ജനിച്ചതിന് ശേഷം എപ്പോഴായിരിക്കണം ഫസ്റ്റ് ഫീഡ് ചെയ്യേണ്ടത്? നമ്മൾ എന്ത് ടൈപ്പ് ഓഫ് ഡെലിവറി ആണെന്നുള്ളതും കൂടെ അത് ഡിസൈഡ് ചെയ്യുന്നതിലൊരു ഫാക്ടറാണ്. അതായത് നോർമൽ ഡെലിവറി ആണെങ്കിൽ യൂഷ്വലി അമ്മ പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യുന്നില്ല. അപ്പം ഒരു 30 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ, അരമണിക്കൂറിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് ഫീഡ് ചെയ്യിപ്പിക്കണം. ഡെലിവറി ചെയ്യുന്നത് തന്നെ അമ്മയുടെ വയറിലേക്ക് എന്നുള്ളതാണ്. ആ ഒരു കോണ്ടാക്ട് എത്രയും നേരത്തെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യത്തെ 30 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ അമ്മയുടെ ബാക്കി പ്രൊസീജിയേഴ്സൊക്കെ കഴിഞ്ഞ പാട് തന്നെ ഫസ്റ്റ് ഫീഡ് കൊടുക്കാറാണ്. സിസേറിയൻ ആകുമ്പോൾ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് പ്രൊസീജിയേഴ്സ് ഉള്ളതുകൊണ്ടും ആ സർജറി കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ഒരു സമയം ഉള്ളതുകൊണ്ട് ഒരു 1 hour ആണ് യൂഷ്വലി ഒരു കട്ട് ഓഫ് വയ്ക്കുക. അതിൻ്റെ ഉള്ളിൽ മിക്കവാറും ഫീഡ് ചെയ്യും. എത്ര നേരത്തെ പറ്റുന്നോ അത്രയും നേരത്തെ ഫീഡ് ചെയ്യും.